ഇപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രേഷൻ്റെ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് ആവേണ്ടത്, അതിന് മുന്നേ നമ്മൾ എന്തൊക്കെ അറിയണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആഫ്റ്റർ രജിസ്ട്രേഷന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. ഒരു ഇഗ്നോയുടെ അഡ്മിഷൻ എടുത്തൊരു കുട്ടി നിങ്ങൾ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു, പേയ്മെൻ്റ് ഒക്കെ ചെയ്തു. ഇനി ഇനി എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്? ഫസ്റ്റ് തിങ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് നമ്മുടെ കൺഫർമേഷൻ മെയിൽ വരും. അതിന് 2 ആഴ്ച മുതൽ 2 മാസമൊക്കെ ടൈം എടുക്കും. ചില കോഴ്സുകൾക്ക് അതിനേക്കാളും എടുക്കും. ബട്ട് ഇതാണ് ഒരു നോർമൽ ഡ്യൂറേഷൻ. ഇതിനകത്ത് നിങ്ങളുടെ കൺഫർമേഷൻ മെയിൽ വരും. ഈ മെയിൽ വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾ ഇഗ്നോയിൽ സ്റ്റുഡൻ്റാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. മറ്റേത് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തെങ്കിലും പേയ്മെൻറ്റൊക്കെ അടച്ചെങ്കിലും എന്തേ ആയിട്ടുള്ളൂ, നമ്മളിന്ന് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നേ ആയിട്ടുള്ളൂ. നിങ്ങൾ ആപ്ലിക്കേഷൻ കഴിഞ്ഞാലും കൺഫർമേഷൻ കിട്ടിക്കഴിയുമ്പോഴാണ് നിങ്ങൾ അവിടുത്തെ സ്റ്റുഡൻ്റ് ആവുക. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇമെയിൽ ഐ ഡി പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും ഫാദറിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ വേറെ ആരെ ഇമെയിൽ ഐ ഡിയും കൊടുക്കരുത്. നിങ്ങളെ ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ, ഈ ഫോൺ നമ്പറിലോട്ടാണ് നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്ററിൽ നിന്ന് ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പോ കാര്യങ്ങളോ അവർ നോർമലി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ആ നമ്പർ ത്രൂ ആണ് അവർ വാട്സപ്പ് കോണ്ടാക്റ്റ് ഉണ്ടാവുക. അവിടുത്തെ സ്റ്റഡി സെൻറ്ററിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എപ്പോഴാണ് വരേണ്ടത്, ചില കോഴ്സുകൾക്കൊക്കെ നമ്മൾ സ്റ്റഡി സെൻറ്റർ വിസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നാണ് വരേണ്ടത്, എങ്ങനെയാണ് അടുത്ത കാര്യങ്ങൾ, അസൈൻമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫോൺ നമ്പറും നമ്മളെ കയ്യിലുള്ളതിനെ കൊടുക്കുക. എൻ്റെ ഫാദറിൻ്റെ നമ്പറാണ്, മദറിൻ്റെ, അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ നമ്പർ തന്നെ എപ്പോഴും കൊടുക്കാൻ നോക്കുക. പിന്നെ ചില ആളുകളുടെ എൻ്റെ ആധാറിലൊക്കെ അതാണ് അങ്ങനെ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതിനും നല്ലത് നിങ്ങൾ ആദ്യം ആധാർ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് തന്നെ ആധാറും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക, ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ. അല്ലാതെ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴികളാണെന്നൊന്ന് ഇമെയിലും ഫോൺ നമ്പറും. ഇത് രണ്ടും വല്ലവരും കൊടുത്താൽ ഫോൺ മിസ്സാകും, എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡി പാസ്വേഡ് മറന്നു വല്ലവരുടെ ഫോണിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ പരിപാടികളൊന്നും എടുക്കരുത്. നിങ്ങളുടെ ഇമെയിൽ, നിങ്ങളുടെ ഫോൺ നമ്പർ അങ്ങനെ തന്നെ കോണ്ടാക്റ്റ് കൊടുക്കാവൂ. അതുപോലെ തന്നെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലാണ് നിങ്ങൾക്ക് ബുക്സ് കാര്യങ്ങൾ വരിക. അപ്പോൾ ആ ബുക്സും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലേക്ക് റീച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് കൊടുത്താലേ ബുക്സ് വരുള്ളൂ. ബുക്സിന് അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ ബുക്സ് വരുള്ളൂ. സോഫ്റ്റ് കോപ്പി വരുന്നവർക്ക് ഒരിക്കലും ബുക്സ് ഇല്ല. സോ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കും ഏതാണ് വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ ഹാർഡ് കോപ്പി മതി എന്നാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ബുക്ക് വരും. അത് നിങ്ങൾ കൊടുത്ത അഡ്രസ്സിലാണ് വരും. പിന്നെ ഈ കൺഫർമേഷൻ മെയിൽ മസ്റ്റാണ്, അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. മെയിൽ, അതിന് ഇമെയിൽ ഐ ഡി മസ്റ്റാണ്. പിന്നെ ഫോൺ നമ്പറിൽ വാട്സപ്പ് ഗ്രൂപ്പ്, അതെപ്പോഴേ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നു വേണ്ട. എന്നെ ആഡ് ചെയ്തില്ലല്ലോ, ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്താണല്ലോ. കൺഫർമേഷൻ വന്നു കഴിഞ്ഞാലും അത് ആയിക്കോളണമെന്നില്ല. കാരണം ടോട്ടൽ രജിസ്ട്രേഷൻ എൻഡ് ആയതിനു ശേഷമാണ് ഓരോ കോളേജുകൾക്കും സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുക. ആ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തതിനു ശേഷം മാത്രമേ ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്തില്ലെങ്കിൽ മാത്രം അവരെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റി സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യും. ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് സ്റ്റഡി സെൻറ്ററിൽ നിന്ന് അറിയാൻ പറ്റിയ വലിയ കാര്യമാണ്. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അവിടെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കണം. പിന്നെ ഈ സ്റ്റഡി സെൻറ്ററിലാണ് നിങ്ങൾ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ആഫ്റ്റർ രജിസ്ട്രേഷൻ നമ്മൾ അറിയേണ്ട മെയിൻ കാര്യങ്ങൾ. പിന്നെ എക്സാമൊക്കെ എപ്പോഴാണ്, എങ്ങനെയാണ് എക്സാം ഫീസ് അടയ്ക്കുക, ഇങ്ങനത്തെ കാര്യം, എക്സാം ഫീസിൻ്റെ കാര്യമൊക്കെ അങ്ങനെ ഗ്രൂപ്പുകളിൽ ഉണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്യും. മീൻസ് ആ ഗ്രൂപ്പിൽ പോലെ അറിയിക്കും. അപ്പോൾ ചെയ്യുക. അതർവൈസ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇഗ്നോ റിലേറ്റഡ് ആയിട്ട് ആഫ്റ്റർ അഡ്മിഷനോ ബിഫോർ അഡ്മിഷനോ എന്ത് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും നമ്പറും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യുകയോ കോൾ എന്ത് ചെയ്താലും മതി. നമ്മൾ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.